എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 കർത്താവ് തന്നെ കേട്ടുകൊണ്ടിരുന്നവരോട് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയുള്ളവനാണെന്ന്. തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ മത്തായി 5:5 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ബ്ലെസ്ഡ് ആർ ദ മീക്ക്, ബ്ലെസ്ഡ് ആർ ദ ജെന്റിൽ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, തൻ്റെ ജീവിതത്തിലെ ഒരു നേച്ചറാണ് സൗമ്യതയുള്ളവനാണ്. തൻ്റെ ശിഷ്യന്മാർ സൗമ്യതയുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആദിമ സഭകൾക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതി, ഫിലിപ്പിയർ 4:5, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി സൗമ്യത എന്ന് പറയുന്നത് സകലരും അറിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. എന്താണ് സൗമ്യത? സൗമ്യത അഥവാ ജെന്റിൽനെസ്, മീക്നെസ് എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലോട്ട് വരുന്നത് ചിലപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അധികം ഒച്ച ഉയർത്താതെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, സൗമ്യമായിട്ട്, അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിൽ പോകുന്നത്. അല്ലെങ്കിൽ ധൈര്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മാറി മാറി നിൽക്കുക, ആർക്കും ഒന്നും ഇടപെടാതെ അങ്ങനെ ഇരിക്കുന്നവരൊക്കെ നമ്മൾ സൗമ്യത എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന സൗമ്യത എന്താണെന്ന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ സൗമ്യത എന്താണെന്ന് നോക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അല്ലായിരുന്നല്ലോ അല്ലേ യേശു കർത്താവ് അതുമല്ല തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്ന. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയായിരുന്നില്ല, എല്ലാവരുമായിട്ട് ഇടപെടുകയും അല്ലേ. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണമെന്ന്. അപ്പം എന്താണ് ശരിക്കും ബൈബിളിൻ്റെ ഭാഷയിൽ സൗമ്യത എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കുകയാണെന്ന്. വേദപുസ്തകം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ സൗമ്യതയ്ക്ക് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് പ്രോസ് എന്നാണ്. PRAUS. ഓക്കെ, ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ ആൽഫബറ്റ്സ് വരെ, നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ പ്രോസ് എന്ന് പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. പ്രോസ്. ഈ നേരത്തെ ഞാൻ വായിച്ച വാക്യങ്ങളിലെല്ലാം സൗമ്യത എന്ന് പറയുന്ന സ്ഥാനത്ത് ഉപയോഗിക്കുന്ന വേർഡ് ഇതാണ്, പ്രോസ് എന്ന്. ഓക്കെ, വേർഡ് പറഞ്ഞേ, പ്രോസ്. ഓക്കെ, ഇനി കുതിരകളെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കുതിരയെ കണ്ടിട്ടുണ്ട്? ഉണ്ടല്ലേ, ചിലർ കണ്ടിട്ടുണ്ട്. കുതിര പടത്തിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ, ഏതെങ്കിലും പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. സോൾജിയേഴ്സ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത്, രാജാക്കന്മാർ കുതിരപ്പുറത്തിരിക്കുന്നത്, ഇനി ഹോഴ്സ് റേസിങ്ങിന് ആൾക്കാർ പോകുന്നതൊക്കെ അല്ലേ. അപ്പം ഈ കുതിരേനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്നറിയാമോ? അതിൻ്റെ ശക്തി, അതിൻ്റെ സ്പീഡ്. അപ്പം പ്രാചീന കാലം മുതൽ മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ഒരിതായിട്ടാണ് നല്ല പടയാളികൾക്കൊക്കെ എന്തോരം ഹോഴ്സസ് ആണ്. പ്രാചീന കാലങ്ങളിലൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ എത്ര കുതിരകളെ ഇറക്കുന്നല്ലേ. കുതിര, ഓക്കെ, അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കുതിര വൈൽഡ് ആനിമൽ ആണോ ഡൊമസ്റ്റിക് ആനിമൽ ആണോ? കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുതിര വൈൽഡ് ആനിമൽ ആണോ ഡൊമസ്റ്റിക് ആനിമൽ ആണോ? അതിന് വൈൽഡ് ആനിമലിൻ്റെ ട്രേറ്റ്സും ഉണ്ട്, പക്ഷെ ഡൊമസ്റ്റിക് ആക്കുകയും ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പ്യോർ വൈൽഡ് സ്പീഷീസ് ആയിട്ടുള്ള ഹോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പം മംഗോളിയയിൽ മാത്രമേ ഉള്ളൂ. പ്രസിവാൽസ്കി എന്ന് പറയുന്ന ഒരു ഇനം. ഓക്കെ, പിന്നെ നോർത്ത് അമേരിക്കയിൽ മുസ്താങ്കി എന്നും ആഫ്രിക്കയിൽ ബ്രംബിൾസ് എന്നൊക്കെ, ഓസ്ട്രേലിയയിൽ ബ്രംബിൾസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യർ അവരുടെ കൂടെ താമസിപ്പിച്ച് ഡൊമസ്റ്റിക് ആക്കിയിട്ട് പിന്നീട് അതിനെ സ്വതന്ത്രമാക്കിയിട്ട് കാട്ടിലോട്ട് വിട്ട ആ ഇതാണ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. സോ കൂടുതലും കുതിരകൾ ഇന്നുള്ളത് മെജോറിറ്റിയും ആളുകളുടെ കൂടെ തന്നെയാണ്. ആളുകൾ പല ആവശ്യങ്ങൾക്ക് കുതിരകളെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ കുതിരയ്ക്കൊരു വൈൽഡ് നേച്ചറും ഉണ്ടെന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കുതിരേനെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതിനെ ടൈം ചെയ്തെടുക്കും. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്ന ഒരു മനുഷ്യരുടെ ഇടയിൽ ഒരു ഡൊമസ്റ്റിക് വീട്ടിൽ ഒക്കെ വളർത്തുന്ന ഒരു മൃഗത്തെ പോലെ ജീവിക്കാൻ അതിന് സ്വാഭാവികമായിട്ട് വരുന്നതല്ല, അതിനെ ടൈം ചെയ്തെടുക്കുന്നതാണ്. അതിന് പറയുന്ന പ്രോസസ്സ് ഇതാണ്, ടൈമിങ്.
ഇംഗ്ലീഷിൽ ജെന്റിലിംഗ് എന്നും പറയും. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ജെന്റിലിംഗ് ആക്കുക. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഹോഴ്സിനെ, ഒരു കുതിരേനെ ആലോചിച്ച് നോക്കിക്കേ. ആരും ടൈം ചെയ്യാത്ത, അത് ചിലപ്പോൾ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ ഓടുമായിരിക്കും, ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ടാകും, അതിന് ഭയങ്കര ശക്തിയുണ്ട്. ആരെങ്കിലും ആൾക്കാർ അടുത്ത് ചെന്നുണ്ടല്ലോ നല്ലതായിട്ട് തൊഴിക്കുകയും ചെയ്യാം, ചിലപ്പോൾ അത് കടിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ കുതിര ചെയ്യാം. എന്നാൽ ഈ കുതിരേനെ ആരെങ്കിലും ഒന്ന് ടൈം ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണെന്നറിയാമോ, അതിൻ്റെ ആ മാസ്റ്റർ അല്ലെങ്കിൽ ആ ട്രെയിൻ ചെയ്യുന്ന ആൾ അടുത്ത് വന്ന്, അതിൻ്റേതായ രീതികളുണ്ട്, അതിനെ ടൈം ചെയ്ത് എടുത്തു കഴിയുമ്പോൾ, കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിന് വായിലൊരു ബിറ്റിടും. അതിനുശേഷം കുറച്ച് ഇതും ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഇരിക്കാനുള്ള ആ സീറ്റൊക്കെ ഇടും. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ആൾക്കാർ സുഖമായിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഇനി ഞാൻ രണ്ട് ടൈപ്പ് കുതിരേനെ ഇവിടെ കാണാം അല്ലേ, കുതിരേനെ ടൈം ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു കാടുകളിൽ ഒക്കെ ഉള്ള കുതിരകളും ഉണ്ട്, അല്ലാത്ത കുതിരകളും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു കുതിരേനെ ടൈം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ അതിനെ സാധ്യമാക്കി കഴിയുമ്പം, നിങ്ങളൊന്ന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ശക്തി കുറയുന്നുണ്ടോ? ഇല്ല. അതിന് പഴയതെന്ത് ശക്തിയുണ്ടോ അത്രയും തന്നെ ശക്തി അതിന് അപ്പോഴും ഉണ്ട്. അതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ടോ? ഇല്ല. അതിനെന്തൊക്കെ കഴിവുകളുണ്ടോ അതിന് അപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു കുതിരയെ ടൈം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ വ്യത്യാസം വരുന്നത് എന്താണെന്നറിയാമോ? ആ ടൈമിങ് അഥവാ ജെന്റിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെ ഈ കുതിര പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ മാസ്റ്റർ പറയുന്ന പോലെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, കുതിരയെ നിയന്ത്രിക്കാൻ പറ്റും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ടൈംഡ് അല്ലാത്ത ഒരു കുതിര അല്ലെങ്കിൽ ഒരു വൈൽഡ് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം വേസ്റ്റഡ് സ്ട്രെങ്ത്താണ്. അതിനൊത്തിരി ആരോഗ്യമുണ്ട്, ഒത്തിരി സ്പീഡുണ്ട്, പക്ഷെ അത് മനുഷ്യർക്ക് വലിയ പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പക്ഷേ വൺസ് അതിനെ ഇതുപോലെ ടൈം ചെയ്തെടുത്ത് അതിൻ്റെ വായിൽ ആ ബിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ആ സ്ട്രെങ്ത് വിത്ത് എ പേർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു യുദ്ധത്തിന് വരെ കൊണ്ടുപോകാൻ പ്രാപ്തമാകുകയാണ് ആ കുതിര എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതിനെ ഒന്ന് ടൈം ചെയ്ത് ആ ജെന്റിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ കുതിരേനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, നല്ല ഉദ്ദേശത്തോടെ, പേർപ്പസോട് കൂടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഗ്രീക്കുകാർ ഏൻഷ്യൻ ക്ലാസിക്കൽ ഗ്രീക്ക് ലാംഗ്വേജിൽ അവർ ഇങ്ങനെ വൈൽഡായിട്ടുള്ള കാട്ടുകുതിരനെ ടൈം ചെയ്തെടുത്ത് മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിലാക്കി കഴിയുന്ന അങ്ങനത്തെ കുതിരകൾക്ക് പറയുന്ന പേരാണ് പ്രോസ് എന്ന്. ഗ്രീക്ക് വേർഡ് പ്രോസ്. നേരത്തെ പറഞ്ഞ പ്രോസ് ഇല്ലേ? ഓക്കെ, എന്താ അതിൻ്റെ അർത്ഥം എന്താ? കാട്ടുകുതിരനെ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രോസ് എന്ന് പറഞ്ഞാൽ അതിനെ ടൈം ചെയ്ത ജെന്റിലിംഗ് പ്രോസസ്സിൽ കൂടെ അതിൻ്റെ സ്ട്രെങ്ത് പേർപ്പസോടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി കഴിയുമ്പം ഗ്രീക്കുകാർ വിളിക്കുന്ന പേരാണ് പ്രോസ് എന്ന്. ഓക്കെ, ക്ലാസിക് ഗ്രീക്ക് ലാംഗ്വേജിൽ. ഇനി വേദപുസ്തകം എഴുതുമ്പോൾ സൗമ്യത എന്ന് പറയുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന പദവും ഇതാണ്, പ്രോസ്. പറഞ്ഞേ, പ്രോസ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തത്, ഒരു ബലമില്ലാത്തത്, അതൊന്നും അല്ല അർത്ഥം. അതിന് ശക്തിയുണ്ട്, അതിന് സ്പീഡുണ്ട്, പക്ഷേ ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സ്റ്റേറ്റിലോട്ട് വരികയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൗമ്യത അഥവാ ജെന്റിൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് റാപ്ഡ് ഇൻ കൈൻഡ്നെസ് എന്നും പറയാറുണ്ട്. സ്ട്രെങ്ത് റാപ്ഡ് ഇൻ കൈൻഡ്നെസ്. ഓക്കെ, വേദപുസ്തക ഭാഷയിൽ നമുക്ക് നമ്മൾ സൗമ്യതയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്താശേഷിയോ നമുക്ക് പ്രതികരിക്കാനോ കഴിവില്ല, അങ്ങനെയൊന്നും ആകുന്നതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് ബലമുണ്ട്, പക്ഷേ അത് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്ന ഒരു ലെവലിലോട്ട് എത്തുന്നതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്, പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ചിന്തിച്ചു നോക്കാമേ. ജെന്റിൽനെസ്, സൗമ്യത എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ പെടുമെന്ന് ആദ്യം നോക്കാമേ. ജെന്റിൽനെസ് ഇൻക്ലൂഡ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അപ്പം പൗലോസ് അപ്പോസ്തലൻ തരുന്ന നിർദ്ദേശം എന്താ? ക്രിസ്തു വിശ്വാസികളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം എന്നാണ്. ഓക്കെ, അതായത് നമ്മളോട് ആളുകൾ ഇടപെടുമ്പം
നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആ സൗമ്യതയുള്ള സ്വഭാവം നമ്മളിൽ വെളിപ്പെടണമെന്നാണ്. അത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാണ് കാംനെസ് ഇൻ ബിഹേവിയർ ആൻഡ് സ്പീച്ച്. നമ്മുടെ പെരുമാറ്റത്തിലും വാക്കുകളിലുമുള്ള ഒരു ശാന്തത. ഓക്കെ, ശാന്തത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാനൊരു സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ വളരെ ശബ്ദം കുറച്ച് ഒട്ടും അങ്ങനെ പതുക്കെ പറയുന്നതാണോന്ന്. ഓക്കെ, അത് അങ്ങനെ പറയുന്ന നല്ല കാര്യമാണെങ്കിൽ പോലും ചിലവർക്ക് വളരെ പതുക്കെ തന്നെ മറ്റുള്ളവരെ നന്നായിട്ട് കുത്തി വേദനിപ്പിക്കാൻ അറിയാം. ഓക്കെ, സോ അതിൻ്റെ ടോണിനേക്കാൾ ഉപരി നമ്മുടെ വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടാകുമ്പം അതിൻ്റെ ഫലമായിട്ട് ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കാംനെസ്. ഓക്കെ, അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ചിലപ്പം ഒരാൾ വന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട്ടിൽ കലഹം ഉണ്ടാകാൻ അത് മതി. ചിലപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് 2 ദിവസത്തേക്ക് വേദനിക്കാനുള്ളതുണ്ടെങ്കിൽ ഞാൻ പറയും അത് കാംനെസ്സോടെ സംസാരിച്ചതല്ല. അവരുടെ ആക്ഷനും പ്രവൃത്തിയും വാക്കും ഒന്നും ശാന്തതയല്ല കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു സൗമ്യതയുള്ള വ്യക്തിത്വമല്ല. കാംനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുതിരയെ പോലെയാണ്, സ്ട്രെങ്ത് ടൈംഡ് കുതിരയെ പോലെയാണ്. സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, എന്നും പറയാനുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ ചിന്തിച്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവിടെ ഒരു നിയന്ത്രിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഒരു പ്രവൃത്തി പറഞ്ഞാൽ മറ്റേ ആൾക്ക് അതെങ്ങനെയാകും എന്നൊന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാവേ. ഒരു അമ്മ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയെന്ന് വിചാരിക്കുക. അറിയാതെ വീണ് പൊട്ടിയതാന്ന് വിചാരിക്കാം, മനഃപൂർവ്വം അല്ല, അറിയാതെ. അപ്പോൾ ആ അമ്മ വന്നിട്ട് ചാടിച്ചു പെട്ടെന്ന് തന്നെ എന്തുവായെന്നൊക്കെ പറഞ്ഞ് അതിനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഹാഷായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പിന്നെ അതിനൊരു ഭയം കയറാൻ തുടങ്ങും. ഓക്കെ, ചിലപ്പോൾ ആ അമ്മ ഒന്നും വിചാരിച്ചുകൊണ്ടായിരിക്കത്തില്ല, അതിൻ്റെ ദേഷ്യം മുഴുവൻ അമ്മ തീർത്തായിരിക്കാം. പക്ഷേ ആ കുഞ്ഞിന് ചിലപ്പോൾ കുറേ നാളത്തേക്കുള്ള മുറിവുണ്ടാകാൻ അത് മതി. ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇല്ലേ, ടീച്ചേഴ്സിൻ്റെ അടുക്കെ ചിലപ്പോൾ കുട്ടികൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ ഓക്കെ, ടീച്ചേഴ്സ് ചിലപ്പം ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ പിന്നീട് ആ കുട്ടിക്ക് ഒരു സംശയം ചോദിക്കാൻ പോലും ഇല്ല വരും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ സെറ്റിങ്ങിൽ ജോലി നൽകുന്ന ആൾ എംപ്ലോയിയോട് താഴെയുള്ളവരോട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ അല്ലേ, ആ ബോസിന് അത് സംസാരിക്കാം. എങ്ങനെ സംസാരിക്കാം? ആളെ മാറ്റി നിർത്തി അതിൻ്റേതായ രീതിയിൽ ഇൻസൾട്ട് ചെയ്യാതെ സംസാരിക്കാം അല്ലേ. അതായത് അധികാരമുള്ളപ്പം എന്തും ചെയ്യാവുന്ന പോലെ ചെയ്യുന്നതല്ല, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക് മറ്റുള്ളവർക്ക് ദോഷമാകുമെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റണം. ഓക്കെ, ചിലർ പറയാറുണ്ട് എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എനിക്ക് മനസ്സിൽ തോന്നുന്ന അങ്ങ് പറയുമെന്ന്. അപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നിഷ്കളങ്കനായിരുന്നു, ഒന്നും മറച്ചു വെക്കുന്ന. അങ്ങനെയല്ല, നമ്മൾക്ക് അത് ഉത്തരവാദിത്വമില്ലാതെ പറയുന്നത് കൊണ്ടാണ്. നമ്മളുടെ വാക്കും പ്രവൃത്തിയും മറ്റൊരാളെ ചിലപ്പോൾ അവർ പറയില്ലായിരിക്കും. നമ്മൾ ആലോചിക്കണം, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് എങ്ങനെ ബുദ്ധിമുട്ട് വരുമെന്ന്. ചിലർക്ക് ഇനി നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്കൻഡ് പോയിന്റിൽ ഞാനത് പറയാം. സെൻസിറ്റിവിറ്റി ഇൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് പെരുമാറാൻ. അതിനെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചിലർക്ക് അവരുടെ വിഷമങ്ങളെല്ലാം മറ്റൊരാളോട് പറയുന്നത് ഇഷ്ടമായിരിക്കും, അതൊരു ആശ്വാസമായിരിക്കും. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിക്കാൻ നിന്നാൽ എങ്ങനെ ഇരിക്കും? ചിലർക്ക് അവരുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അത് ചൂഴ്ന്നെടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അവർക്കതെങ്ങനെ ഒരു ഇതുണ്ടാകും എന്നൊക്കെ ചിന്തിച്ചു വേണം നമ്മൾ സൗമ്യതയോടെ പെരുമാറുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ സെൽഫ് കൺട്രോൾ അണ്ടർ പ്രഷർ. പൊട്ടിത്തെറിക്കാനുള്ളൊരു സാഹചര്യം വന്നാലും അത് നിയന്ത്രിക്കാൻ പറ്റുക. ദേഷ്യം വരുന്നൊരു സാഹചര്യം വന്നാൽ, ഞാനിത് പറയുമ്പോഴും ഞാൻ ചിന്തിക്കുകയാണ് എത്രയൊക്കെ സ്ഥലങ്ങളിൽ എനിക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. നമുക്കത് അനലൈസ് ചെയ്യുന്ന നല്ലതാണ്. ചിലപ്പം നമ്മൾ പറഞ്ഞ വാക്കുകൾ, ഒരു ദേഷ്യം വന്നപ്പം അല്ലെങ്കിൽ പ്രതികരിച്ച രീതി നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ അയ്യോ കുറച്ചും കൂടെ നന്നായിട്ട് അത് ഡീൽ ചെയ്യായിരുന്നു എന്ന് നമ്മൾക്ക് തോന്നാറില്ലേ? അപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നതാണ് സൗമ്യതയില്ല എന്ന് പറയുന്നതിൽ ഒരു ഭാഗം.
വേറൊരു കാര്യമാണ് കൈൻഡ് സ്ട്രെങ്ത്. അതായത് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ചില അധികാരങ്ങളൊക്കെ ചിലരുടെ മേലൊക്കെ ഉണ്ടാകും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ കൊണ്ട് നമ്മൾ ചില അധികാരത്തിലൊക്കെ വരും. അപ്പോഴും നമ്മുടെ താഴെയുള്ളവരോട് എന്താണെന്നറിയാമോ, ഒരു കൈൻഡ്നെസ്, ദയോടെ പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് ചില ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഇതിന് നോക്കാം, കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശുവാ പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ എന്ന് പറഞ്ഞല്ലേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. എന്തുകൊണ്ടായിരിക്കും ആ സമൂഹത്തെ നോക്കിയിട്ട് അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്ന് യേശു കർത്താവ് വിളിച്ചത്? പല കാരണങ്ങളുണ്ട് അതിന്. കാരണം ആ അന്നത്തെ സാധാരണ ജനത്തെ കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ റിലീജിയസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ പലരും ഈ താഴെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നവരാ. ഒത്തിരി നിയമങ്ങൾ വെച്ച് ഇവരെ എങ്ങനെയൊക്കെ ഒപ്രസ് ചെയ്യാമോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. യേശു കർത്താവ് നോക്കിയപ്പം ഒരിക്കൽ യേശു കർത്താവിൻ്റെ ഹൃദയം വിങ്ങി, ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ആടുകളെ കണ്ടിട്ട്. യേശു കർത്താവ് അതുകൊണ്ടാണ് വിളിച്ചത് അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്ന്. നോക്കിയപ്പോഴത്തേക്ക് ഭരിക്കുന്നത് റോമാക്കാർ. ആ ഭരിക്കുന്ന റോമാക്കാർ ഇവരുടെ വെൽഫെയറിന് വേണ്ടിയാണോ? ഓക്കെ, വെൽഫെയറിന് വേണ്ടി എന്നുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടാക്സ് എടുത്ത് ഈ ജനങ്ങൾ വളരെ ദാരിദ്ര്യത്തിൽ അല്ലേ. അപ്പം യേശു കർത്താവ് അവരെ വിളിച്ചു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. നമ്മൾ മനസ്സിലാക്കേണ്ട, അധികാരം കാണിക്കാനാണെങ്കിൽ ഏറ്റവും അധികാരം കാണിക്കാൻ പറ്റുന്ന ആർക്കാ? യേശു കർത്താവിന്. യേശു കർത്താവ് പറയാം, പക്ഷെ ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ അല്ലേ. അതുകൊണ്ടാണ് കുഷ്ഠരോഗികളുടെ അടുക്കൽ, മാറി നടന്നവരുടെ അടുക്കൽ യേശു കർത്താവ് കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെന്ന് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി അല്ലേ. ആ കമ്പാഷൻ, കൈൻഡ് സ്ട്രെങ്ത്, അതാണ് ഒരു സൗമ്യതയുടെ ലക്ഷണമാണ്. അവിടെ ഒരു നയീനിലെ വിധവ മകൻ മരിച്ച് കണ്ടപ്പോഴത്തേക്ക് ആ വിധവയായ സ്ത്രീയുടെ മകനും കൂടെ നഷ്ടപ്പെട്ടപ്പോഴത്തെ വേദന കണ്ടപ്പോൾ യേശു കർത്താവ് ആ കമ്പാഷൻ കൊണ്ട് യേശു കർത്താവ് മകനെ ഉയർപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ. വിശന്നിരിക്കുന്ന ജനങ്ങൾക്ക് ആഹാരം കർത്താവ് നൽകുന്നു അല്ലേ. സോ ഒരു സൗമ്യതയുടെ ഏറ്റവും ഒരു ഉദാഹരണം കാണിക്കണമെങ്കിൽ അത് നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതം പഠിക്കുക തന്നെയാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, എന്നോട് പഠിപ്പിന്ന്. നമ്മൾ ആ ജീവിതം കണ്ടു പഠിക്കണം. ഇനിയും ബൈബിളിലെ വേറെ ചില ക്യാരക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസും കൂടെ സൗമ്യതയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണമാണ്, നല്ല ഉദാഹരണമാണ് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അബ്രഹാമും ലോത്തും, അബ്രഹാം എന്ന് അബ്രഹാമിൻ്റെ സഹോദരപുത്രനാ ലോത്ത് അല്ലേ. അവർ ഒരുമിച്ച് ദേശം വിട്ട് അവർ യാത്ര ആരംഭിച്ചവരാണ്. ഇവർ രണ്ടുപേരും ധനവാന്മാരായിരുന്നു എന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇവർക്ക് ആടുകളുണ്ട്, ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്. പക്ഷേ ഒരു സർട്ടൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു പ്രശ്നം വന്നു. അബ്രഹാമും ലോത്തും അവർക്ക് ഇടയന്മാരുണ്ട്, രണ്ടുപേർക്കും ഇടയന്മാരുണ്ട്. അബ്രഹാമിനും ലോത്തിനും അല്ലായിരുന്നു ആക്ച്വലി പ്രശ്നം വന്നേ. ഈ ഇടയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായി. ആടുകളെ മേയ്ക്കുന്ന ഏരിയ സംബന്ധിച്ചെല്ലാം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അബ്രഹാം ഇത് സെൻസ് ചെയ്തു. ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ വഷളാകും. ലോത്തിനെ വിളിച്ചിട്ട് അബ്രഹാം ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13:8-9 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. എബ്രഹാമിൻ്റെ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഇനി നമ്മൾ കാണാൻ പോണ സൗമ്യതയുടെ ഒരു എക്സ്പ്രഷനാണ് അവിടെ കാണുന്നത്. അത് അവിടെ സമാധാനം ഉണ്ടാക്കുകയായിരുന്നു. നമുക്കത് നോക്കാമേ, വായിച്ചു നോക്കാം. അബ്രഹാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ഓക്കെ, അബ്രഹാം പറയാണ്, ഓക്കെ നമ്മൾ സഹോദരന്മാരാണ്, ഈ സമാധാനം ഇല്ലായിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അബ്രഹാം ഒരു ചോയ്സ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമെന്ന് വിചാരിക്കുകയാണ്. അബ്രഹാം പറഞ്ഞത്, ഇപ്പുറത്തെ സ്ഥലമുണ്ട്, ഇവിടെയും സ്ഥലമുണ്ട്. ലോത്തിനോട് പറയാണ്, നിനക്കിഷ്ടമുള്ള ഭാഗം ചൂസ് ചെയ്തോളാൻ. അബ്രഹാമിൻ്റെ സൗമ്യതയാണ് ഇതെന്ന് പറയാൻ കാരണമുണ്ട്. പ്രായത്തിൽ മുതിർന്നത് ആരാണെന്നറിയാവോ? അബ്രഹാം.
ഓക്കെ, അന്നത്തെ കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രായത്തിൽ മുതിർന്നത് അബ്രഹാം, യാത്ര തുടങ്ങിയ കാർന്നവരാര് അബ്രഹാം. അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പം അതിൽ അന്തിമ വാക്ക് പറയാൻ മുഴുവൻ അധികാരവും ഉള്ളത് ആർക്കായിരുന്നു? അബ്രഹാമിനാണുള്ളത്. അബ്രഹാമിനെ തീരുമാനിക്കാം, ലോത്തെ നീ ഈ ഭാഗം എടുത്തോ, ഞാൻ ഈ ഭാഗം എടുത്തോളാം എന്ന്. നമ്മൾ പഠിച്ചു, പ്രോസ് എന്ന് പറഞ്ഞാൽ, സൗമ്യത എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഉണ്ട്, ബട്ട് അണ്ടർ കൺട്രോൾ. അതൊന്ന് നിയന്ത്രിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലോങ് ടേം ബെനിഫിറ്റ്. അപ്പോൾ അബ്രഹാം പറയുകയാണ്, ലോത്തെ ഈ സ്ഥലമുണ്ട്, ഈ സ്ഥലമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. തൻ്റെ ആ സ്ട്രെങ്ത് കുറച്ചൊന്ന് താത്തി വെച്ചിട്ട് പറയുകയാണ് തിരഞ്ഞെടുക്കാൻ. അപ്പം ലോത്ത് നോക്കിയപ്പം യോർദാൻ അരികെയുള്ള പ്രദേശം, നല്ല നീരൊഴുക്കുള്ള നല്ല സ്ഥലം. അപ്പം ലോത്ത് അത് തിരഞ്ഞെടുത്തു. ഇടയന്മാരുമായിട്ട് മൂവ് ചെയ്തു. ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. അവിടെ അബ്രഹാമിന് സംഭവിച്ചത്, അബ്രഹാമിന് തനിക്ക് ആ തീരുമാനം എടുക്കാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് വെക്കുക. ആ സ്ട്രെങ്ത് കുറച്ച് നേരത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ്, സ്ട്രെങ്ത് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ? സമാധാനം ക്രിയേറ്റ് ചെയ്തു. അതാണ് അവിടെ പറയുന്നത്, ജെന്റിൽനെസ് ഓഫ് എബ്രഹാം പ്രിസർവ്ഡ് പീസ്. സമാധാനം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ സൗമ്യത എന്ന് പറഞ്ഞ ശബ്ദം താത്തി പറയാം, അങ്ങനെയല്ല. ആ വാക്കുകൾ പറഞ്ഞത് കൊണ്ട് ഉണ്ടായ റിസൾട്ട്. ഇനി നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെ നമ്മൾ ചിന്തിക്കാൻ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾ എത്ര നന്നാകും അല്ലേ? ക്രിസ്തീയ കുടുംബങ്ങൾ എന്ത് നന്നാവും? നമുക്ക് പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള നമ്മുടെ വാശികളുണ്ടാകാം, അതിനുള്ള അവകാശവും നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഇതൊക്കെ നമ്മളുടെ വിസ്ഡത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സ്ട്രെങ്ത് അത് വിസ്ഡത്തോടെ യൂസ് ചെയ്യുന്നതാണ് ഈ ജെന്റിൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൺട്രോൾ, സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. പീസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുടുംബ ബന്ധങ്ങളിൽ സമാധാനം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല മെഷർ എടുക്കുന്ന ആ പ്രവൃത്തിയാണ് അബ്രഹാം കാണിച്ചത്. അത് അബ്രഹാമിൻ്റെ എന്ത് ട്രെയ്റ്റ് ആണ്? സൗമ്യത. പറഞ്ഞേ, അതാണ് സൗമ്യത, പ്രോസ്. എല്ലാം തീരുമാനം എടുത്ത് അബ്രഹാം പറഞ്ഞല്ലോ ലോത്ത് ചെയ്താൽ മതി എന്ന് അബ്രഹാം അങ്ങനെ എടുത്താലും ലോത്ത് അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ സമാധാനത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി അബ്രഹാം ഇങ്ങനെ ഒരു ഇതെടുക്കുകയാണ്. അപ്പം ഇത് നമുക്കൊരു ചലഞ്ച് ആകട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാ. പീസ് ഉണ്ടാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ എന്ത് മെഷേഴ്സാണ് എടുക്കുന്നത് നമുക്ക് ചിന്തിക്കാം. അടുത്തത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാമേ. യോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നോക്കാവേ. യോസഫിൻ്റെ ജീവിതത്തിലും നമുക്കറിയാവുന്ന സ്റ്റോറിയാണ്, അതുകൊണ്ട് നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. യോസഫിനെ സഹോദരന്മാർ ചെയ്യാവുന്ന ദ്രോഹം എല്ലാം ചെയ്തിട്ടുണ്ട്. അസൂയ മൂത്ത് പൊട്ടക്കിണറ്റിലിട്ട് കളഞ്ഞു. വീട്ടിലായിരുന്നപ്പോൾ തന്നെ ബുള്ളിങ് അല്ലേ, ഇത്രയും സഹോദരന്മാർ താമസിക്കുക, യോസഫിനെ അവിടെ ഇട്ട് പരിഹസിക്കുന്നുണ്ട്. അപ്പം ആ സഹോദരന്മാരുടെ ഇടയിൽ ബുള്ളിങ് അനുഭവിച്ച ആളാണ് യോസഫ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ യോസഫ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. സഹോദരന്മാരെ അപ്പോഴും ഇഷ്ടം. നമുക്കറിയാം പിന്നെ സംഭവിച്ചെന്ന്, ഈ സഹോദരന്മാർ തന്നെ കൊല്ലുവാൻ വേണ്ടി ഒരു പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് ഈജിപ്ഷ്യൻ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു അല്ലേ, പൈസയ്ക്ക് വിറ്റ് കളഞ്ഞു. എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തുന്ന പോലെയാണ്, കൊല്ലുന്നതിന് തുല്യമാണ് ഈ വിറ്റ് കളയുക എന്ന് പറയുന്നത്. ഓക്കെ, മിസ്രൈമിലോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് യോസഫിനുണ്ടായ അനുഭവങ്ങളെല്ലാം നമുക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിനും അനേകം വർഷങ്ങൾ, തന്നെ നല്ല യൂത്ത് മുഴുവൻ ജയിലിൽ കടന്നു കഴിഞ്ഞിട്ട് ദൈവം വഴിയൊരുക്കി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാവുകയാണ്. ഈജിപ്റ്റ് എന്ന സാമ്രാജ്യത്തിന്, മിസ്രൈം സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നത അധികാരിയായി കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ക്ഷാമമുണ്ടായതിൻ്റെ ഫലമായിട്ട് അന്യദേശത്തു നിന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കുറച്ച് അരി മേടിക്കാൻ ഈ പ്രധാനമന്ത്രി, ഈജിപ്തിൽ അരിയുണ്ട്, അവിടെ വന്ന് നിൽക്കുന്ന ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഈ സമയത്ത് ഇവിടെയാണ് നമ്മൾ യോസഫിൻ്റെ സൗമ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. യോസഫിന് ഒരു കുതിരയുടെ പോലെ ശക്തിയും സ്ട്രെങ്ത്തും ഉണ്ടോ? അതിലും എത്രയോ അധികം, എത്ര കുതിരകളുള്ള അല്ലേ, അത് അണ്ടറിലുള്ള പ്രധാനമന്ത്രിയാണ് നിൽക്കുന്നത്. ഇനിയും യോസഫിൻ്റെ അവിടുത്തെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നറിയാമോ?
യോസഫിന് ഇവരെ പണിഷ് ചെയ്യാം. കാരണം ന്യായം ആരുടെ ഭാഗത്താണ്? യോസഫിന്റെ ഭാഗത്താണ്, അല്ലേ? അതിൽ തെറ്റൊന്നുമില്ല, പണിഷ് ചെയ്യാം. പിന്നെ എന്തും ചെയ്യാൻ അധികാരമുണ്ട്. ഫറവോൻ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള അതിൻ്റെ അടയാളമായിട്ടുള്ള മുദ്രമോതിരം അണിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് യോസഫ്. ഓക്കെ, അപ്പം ഇതെല്ലാം ചെയ്യാം. അവരെ അതായത് ഇത്രയും തൻ്റെ വർഷങ്ങൾ, എത്രയോ യൗവനകാലത്തെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാം, അത് മുഴുവൻ തീർക്കാം. പക്ഷേ യോസഫ് അവിടെ വെച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ്. യോസഫ് ഇവരോട് ആദ്യം കരഞ്ഞതിന് ശേഷം ഇവരോട് പറയുന്ന വാചകങ്ങൾ നമുക്കറിയാവുന്ന ഉൽപ്പത്തി പുസ്തകം 45:4-5. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. യോസഫിനുള്ള സ്ട്രെങ്ത് മുഴുവൻ പ്രോസ് ചെയ്യുമായിരുന്നു. PRAUS നേരത്തെ പറഞ്ഞു അല്ലേ, സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. അതിനെ അങ്ങോട്ട് നിയന്ത്രിച്ചു വെച്ചിട്ട് മറ്റൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട, എന്നിട്ട് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുക. ഇതാണ് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യതയുടെ ഒരു എക്സ്പ്രഷനാണത്. ആ ജോസഫിൻ്റെ പവർ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ നൗ ഇറ്റ്സ് അണ്ടർ കൺട്രോൾ. യോസഫ് തീരുമാനിക്കുകയാണ്, ഞാൻ അങ്ങനെയല്ല പ്രതികരിക്കാൻ പോണത്, ഞാൻ പ്രതികരിക്കാൻ പോണത് ഇങ്ങനെയാണെന്ന് യോസഫ് തീരുമാനിക്കണം. ഒരു പക്ഷേ ഈ സൗമ്യതയെക്കുറിച്ചുള്ള ഈ വാക്യങ്ങളൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പ് യോസഫ് ചെയ്തൊരു പ്രവൃത്തിയാണ്, അബ്രഹാം ചെയ്തൊരു പ്രവൃത്തിയാണ് നമ്മൾ ആ വായിച്ചത്, അല്ലേ? പ്രോസ് ഓഫ് ജോസഫ്. എന്താ അവിടെ ചെയ്തത്? ജെന്റിൽനെസ് ഓഫ് ജോസഫ് turned family betrayal into reconciliation. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടാറുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. സോ മനുഷ്യരിടപെടുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അത് കുടുംബങ്ങളിൽ വരാം. യോസഫിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും മോശം വേർഷനാണ് നടന്നത്, അല്ലേ? ഒരു കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ സഹോദരന്മാർ കൊന്നുകളയാനും വിറ്റുകളയാനും അങ്ങനത്തെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രയും മോശം കാര്യം നടന്നിട്ട് പോലും യോസഫ് സൗമ്യതയിൽ തീരുമാനിക്കുകയാണ്, എൻ്റെ ഈ പവർ ഞാനൊന്ന് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ മറ്റൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഈ ഫാമിലി ബിട്രയൽ, ഈ സങ്കടമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് ഒന്നിച്ചാകാൻ പോവാം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ പോവാം. സോ ദാറ്റ് ഈസ് ജെന്റിൽനെസ്. അതാണ് സൗമ്യതയുടെ ഒരു എക്സ്പ്രഷനാണ്. ഞാൻ പറയുന്നത് ഈ നാരേറ്റീവ്സ് പോലെ തന്നെ എക്സാക്ട്ലി നമുക്ക് എല്ലാ കേസസിലും അപ്ലൈ ചെയ്യാമോ എനിക്കറിയത്തില്ല, എല്ലാവർക്കും അത് സാധിക്കുമെന്ന്. പക്ഷേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന ഈ നാരേറ്റീവ്സിൽ കാണുന്ന നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഇൻസിഡൻസ് ആണത്. ദൈവാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കട്ടെ. നമ്മുടെ വിഷയങ്ങളിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ സമാധാനമുണ്ടാക്കാൻ അബ്രഹാമിനെ പോലെ, പൊളിഞ്ഞുപോയ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ, അറ്റുപോയ കണ്ണികൾ ഒന്ന് കൂട്ടിച്ചേർക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മളൊക്കെ ഞാൻ ഒരു എന്താ പറയുന്നത്, പെസിമിസ്റ്റിക് ആയിട്ട് പറയുകയല്ല, എത്ര കാലം ജീവിക്കും, അല്ലേ? എത്ര കാലം ഇനിയുണ്ട്? പക്ഷെ ഇത്രയും നാളുണ്ടായ മുറിവിൽ ആ മുറിവുണക്കാൻ ഒരല്പം മരുന്ന് കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റാൻ സാധിച്ചാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനൊക്കെ. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാവേ. മോശയുടെ, അതിൻ്റെ സ്ലൈഡ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. മോശ, അതായത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അത് വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും സൗമ്യനായ വ്യക്തി മോശയെക്കുറിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കാവേ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഏറ്റവും സൗമ്യനായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മോശയെ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മോശയ്ക്കെതിരെയാണ്
അഹരോനും മിർയാമും പ്രശ്നം ഉണ്ടാക്കിയ സംഭവം എന്തായിരുന്നു നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ മനസ്സിലായി കാണും. മോശ ഒരു കൂശ്യ സ്ത്രീയാണ് വിവാഹം ചെയ്തത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാത്തൂൻ പോരായിരുന്നു സംഭവം. ഓക്കെ, അത് ആങ്ങളയിലോട്ടും പകർന്നു കൊടുത്തു. ഓക്കെ, മിർയാമും അഹരോനും ഒരു സൈഡ് നിന്നുകൊണ്ട് മോശയുടെ ഭാര്യയ്ക്കെതിരെയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവ അത് കേട്ടു അല്ലേ. മോശ പക്ഷെ ഭയങ്കര സൗമ്യനായിരുന്നു. പക്ഷെ പിന്നീട് നടക്കുന്ന സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾ ആ ചാപ്റ്ററിൽ വായിച്ചു നോക്കുക. അതിൻ്റെ ഫലമായിട്ട് ദൈവം ഈ മിർയാമിനെയും അഹരോനെയും ശിക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് വന്നപ്പം സംഭവിച്ചത് എന്താണെന്നറിയാമോ? 13-ാം വാക്യത്തിൽ മോശ ചെയ്യുന്ന കാര്യം, അപ്പോൾ മോശ യഹോവയായ ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. മിർയാമിന് കുഷ്ഠരോഗം പിടിച്ചു. ഇത് കണ്ടിട്ട് എന്നാ എന്നെ എൻ്റെ ഭാര്യയെ ഇത്രയും കുറ്റം പറഞ്ഞ സ്ത്രീയല്ലേ, കുറച്ച് ദിവസം കുഷ്ഠരോഗിയായിട്ട് ഇരിക്കട്ടെ, അങ്ങനെ ചിന്തിക്കാൻ മോശയ്ക്ക് പറ്റിയില്ല. മോശ ചെന്ന് നിലവിളിച്ച ദൈവസന്നിധിയിൽ. അതാണ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. അതായത് നമുക്ക് നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഇമോഷൻ എന്താണെന്ന് പറയുക, വൈരാഗ്യമായിരിക്കും. അവർക്കും എന്തെങ്കിലും ദോഷം വരട്ടെ എന്നുള്ള ചിന്തകളായിരിക്കും. അങ്ങനത്തെ നമ്മുടെ വികാരങ്ങളെ പോലും നിയന്ത്രിക്കാൻ പറ്റണം, സെൽഫ് കൺട്രോൾ പറ്റണം അണ്ടർ പ്രഷർ. അത് മോശ പ്രാക്ടീസ് ചെയ്യുന്ന അത് നാച്ചുറലായിട്ട് അദ്ദേഹത്തിന് വരികയാണ്. അദ്ദേഹം തൻ്റെ സഹോദരി സഫർ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക്, ഈ കുഷ്ഠരോഗത്താൽ സഫർ ചെയ്യുന്ന കണ്ടപ്പം കൂടാരത്തിൻ്റെ അകത്ത് പോയിട്ട് കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവളെ സൗഖ്യമാക്കണമെന്ന്. ഇതും സൗമ്യത. അത് അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ എല്ലാവരെക്കാളും അതിസൗമ്യനായിരുന്നു. എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ആ പ്രകൃതം അല്ലായിരുന്നെന്നാണ് പറയുന്നത്. സഹോദരനും സഹോദരിയും വേദനിക്കുന്ന കാണുമ്പം അവരെന്ത് ചെയ്തവരാണെങ്കിൽ പോലും ഉള്ളം നീറുന്നൊരു ഹൃദയം അല്ലേ. ഇവരൊക്കെ എത്ര ചലഞ്ചിങ് ക്യാരക്ടേഴ്സാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേറൊരാളുടെ എക്സാമ്പിൾ നോക്കാം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ കുറച്ച് പേര് ഒരു സ്ത്രീയെ വലിച്ചു പിടിച്ചുകൊണ്ട് വന്നു. അവളെ അപ്പം വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയായിരുന്നു. നിങ്ങൾക്ക് ആ സംഭവം അറിയാം അല്ലേ. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഇവളെ കല്ലെറിയണമോ വേണ്ടയോ? യേശു ചെയ്ത ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് അല്പസമയം മിണ്ടായിരുന്നിട്ട് യേശു കർത്താവ് നിലത്ത് വിരലുകൊണ്ട് എഴുതിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. സൗമ്യതയുടെ ഒരിതാണ് അവിടെ കാണുന്നത് അല്ലേ. നമുക്കറിയില്ല ആ സ്ത്രീ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ ചെന്ന് പെട്ടതെന്ന്. പക്ഷേ യേശു കർത്താവ് ഒരു ചാൻസ് ആ സ്ത്രീക്ക് അല്ലേ തരികയാണ്. ആരും നിന്നെ കുറ്റം വിധിച്ചില്ലല്ലേ, എന്നാൽ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളെ വിടുന്ന കാണാം അല്ലേ. അപ്പം ജെന്റിൽനെസ് ഓഫ് ജീസസ് സേവ്ഡ് ഹെർ ലൈഫ് ആൻഡ് റിസ്റ്റോർഡ് ഹെർ ഡിഗ്നിറ്റി. ജെന്റിൽനെസ് അല്ലെങ്കിൽ സൗമ്യതയുടെ ഒരു വലിയ ഘടകമാണ് മറ്റുള്ളവരോടുള്ള കരുതൽ എന്ന് പറയുന്നത്. മറ്റുള്ളവർ അവർ വേദനിക്കുമ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അവരായിരിക്കുന്ന സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാനുള്ള ഒരു കഴിവല്ലേ. അതുകൊണ്ട് ആ യേശു കർത്താവിൻ്റെ ആ ഒരു സൗമ്യമായിട്ടുള്ള ആ പ്രവൃത്തി അവളുടെ ജീവിതം രക്ഷിക്കുകയായിരുന്നു. മാത്രമല്ല അവൾക്കൊരു ഡിഗ്നിറ്റി. എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും നാണം കെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് ആ പിന്തിരിഞ്ഞു പോയില്ലേ, ആ സമയത്ത് അവൾക്ക് തിരിച്ചു കിട്ടിയ ഒരു കാര്യമുണ്ട്, ജീവിതത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടെന്നുള്ളൊരു തോന്നലും അല്ലേ. ഇനിയും വേറൊരു എക്സാമ്പിളാണ് ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ കാണുന്നത്, അതായത് ദാവീദ് രാജാവ് വെറുത്തല്ല, അമ്മായിയപ്പനായിരുന്നു അല്ലേ. ശൗൽ രാജാവിനെ എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ദാവീദിനെ എല്ലാ പയറ്റി ദാവീദിന് അവിടെയെങ്കിലും സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാട്ടിലും ഗുഹയിലും അന്യരാജ്യത്തും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്ന ആ സമയത്ത് ദാവീദിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എപ്പോഴാണെന്നറിയാമോ? ഒരിക്കൽ ദാവീദ് ഒളിച്ചു പാർക്കുന്ന ഒരു ഗുഹയിൽ ശൗല് യാത്ര മധ്യേ ഒരു ആവശ്യത്തിന് അവിടെ കയറുകയും അല്പസമയം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു പോയി. സുഖമായിട്ട് ദാവീദിന് ആ സമയത്ത് ശൗലിനെ കൊല്ലായിരുന്നു. കാരണം തന്നെ കുന്തമെറിഞ്ഞും അല്ലാതെയും എത്രയോ പ്രാവശ്യം ഇല്ലാതാക്കുക, അതായത് ശൗലിൻ്റെ കണ്ണിൽ പെട്ടാൽ താൻ ജീവനില്ലാതാകും.
പക്ഷേ ഇതുപോലൊരു അവസരം കിട്ടിയിട്ടും ഹി സ്പെയർഡ് സോൾ ഇൻ ദ കേവ്. ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ തുണിയുടെ ഒരു അറ്റം കീറിയെടുത്ത് കൈ പിടിച്ചു. ശൗൽ ഇറങ്ങിപ്പോകാൻ നേരത്ത് വിളിച്ചു പറഞ്ഞു, കൊല്ലാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. നിന്റെ മേൽ ഞാൻ കൈവെക്കുന്നില്ല. എന്താ ഇത്? ഈ ജെന്റിൽനെസ് ഓഫ് ഡേവിഡ് റിവീൽഡ് ഹിസ് ഗോഡ്ലി ക്യാരക്ടർ. കൊല്ലാൻ നടക്കുന്ന ഒരാളെ ആരും അറിയാതെ തട്ടിക്കളയാൻ പ്രാചീന കാലത്ത് അല്ലേ, പിന്നെ ദാവീദ് രാജാവാണ്, ആരും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. അതുപോലെ ഒരു എന്താ പറഞ്ഞ സുവർണ അവസരം കിട്ടിയിട്ടും ദൈവത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി ചെയ്യരുതെന്നുള്ളൊരു ചിന്ത കാരണം അല്ലേ ദാവീദ് അവിടെ പ്രവർത്തിക്കുന്ന അല്ലേ. വേണ്ട, എൻ്റെ അമ്മായിയപ്പനാണത് അല്ലേ, ആ ഒരു ചിന്തയാ. അതല്ല, ദൈവത്തിൻ്റെ അഭിഷേക തൈലം വീണ ഒരു രാജാവാണ്, അത് ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു ചിന്ത കാരണം ദാവീദ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ. സോ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ജെന്റിൽനെസ് എന്ന് പറയുന്ന ഒരു പ്രഷറിൻ്റെ സമയത്ത് നമുക്കുള്ള സെൽഫ് കൺട്രോൾ. അതായത് നമുക്ക് പകരം വീട്ടാൻ പറ്റുന്ന സമയം, നമുക്ക് കോട്ടിത്തെറിക്കാൻ പറ്റുന്ന സമയം, നമുക്ക് തോന്നുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും മറ്റുള്ളവർക്കും കൂടെ എങ്ങനെ അത് ബാധിക്കുമെന്ന് ചിന്തിച്ച് നമ്മുടെ ശക്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. സോ ഇതാണ് ചില എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നത്. നൗ വൈ ജെന്റിൽനെസ് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? ഒരു സമൂഹമായി, ക്രിസ്തീയ സമൂഹമായിട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ അല്ലേ, എന്തുകൊണ്ടാണ് ഈ ട്രെയ്റ്റ് നിങ്ങളുടെ ഈ സ്വഭാവ വിശേഷം മറ്റുള്ളവർ അറിയണമെന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ കാണിച്ചു തന്നെ അല്ലേ. ക്രൂശിൽ കിടന്നപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം യേശു കർത്താവ് ഒന്ന് ഞൊടിച്ചാൽ എത്ര ദൂതന്മാരിറങ്ങുമായിരുന്നു അല്ലേ, ഈസി ആയിട്ട് ഞാൻ. പക്ഷേ അതെല്ലാം പവർ ഉള്ളപ്പോഴും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ആ പവറിനെ കീഴെ വെക്കാൻ പറ്റിയ അങ്ങനെ നമ്മളെ കാണിച്ചു തന്നൊരു കർത്താവാണ്. അതുകൊണ്ട് ലോങ് റണ്ണിൽ ഗുണമുണ്ടാകുമ്പോൾ, മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുക, അത് സൗമ്യത അല്ലേ. അപ്പം വൈ ഇറ്റ് മാറ്റേഴ്സ് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് റിഫ്ലെക്ട്സ് ക്രൈസ്റ്റ് ക്യാരക്ടർ. നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുന്നതാണ് ഈ സൗമ്യത എന്ന് പറഞ്ഞ സ്വഭാവം അല്ലേ. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന യാതൊരു സമാധാനവും കൊടുക്കത്തില്ല, വീണ്ടും വീണ്ടും വഴക്കുകൾ ഉണ്ടാക്കുകയാണ്, പകരം ചെയ്യണമെങ്കിൽ പകരം ചെയ്യും, എന്ത് തോന്നിയതും വായിന്ന് വരും, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം ചെയ്യേ. ഇത് എന്ത് ക്യാരക്ടറാണ് നമ്മളപ്പോൾ റിവീൽ ചെയ്യുന്നത്? ക്രൈസ്റ്റിൻ്റെ ക്യാരക്ടറാണ്? ഒരിക്കലും അല്ല. വേദപുസ്തകം പറയുന്നു യു നീഡ് ടു റിഫ്ലെക്ട് ഗോഡ്സ് ക്യാരക്ടർ. മറ്റുള്ളവർക്ക് നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ കാണിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. രണ്ടാമത്തെ ഒരു കാരണം, ഇറ്റ് ഹീൽസ് റിലേഷൻഷിപ്സ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പന, ഏറ്റവും വലിയ കൽപ്പന, ലവ് ഗോഡ്, ലവ് യുവർ നെയ്ബേഴ്സ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീൽസ് റിലേഷൻഷിപ്സ്. നമ്മൾ സൗമ്യത എക്സിബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ, യോസഫിനെ പോലെ അല്ലേ, അല്ലെങ്കിൽ അബ്രഹാം ലോത്തിനോട് പെരുമാറിയ പോലെയൊക്കെ സൗമ്യത കാണിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങും. സദൃശ്യവാക്യം 15:1 പറയുന്നു, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. A gentle answer turns away wrath. കോപത്തെ അത് ശമിപ്പിക്കും. കോപം ഇങ്ങനെ എരച്ചു വരുമ്പോൾ ഒന്ന് മൃദുവായിട്ട് ആലോചിച്ച് ഉത്തരങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പവർ ഒന്ന് കൺട്രോൾ ചെയ്ത് പറയുകയാണെങ്കിൽ കോപം അതവിടെ ശമിക്കും. പക്ഷേ കഠിന വാക്കോ അതിനെ ജ്വലിപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? കോപമുള്ള സമയത്ത് ഒരു മൃദുവായ ഉത്തരം മതിയൊന്നും തണുപ്പിക്കാനായിട്ട്. പക്ഷെ പലപ്പോഴും ആ കഠിന വാക്കുകൾ വന്നത് വഴക്കുകളും അതിലും വലിയ പ്രശ്നങ്ങളും ആകാം അല്ലേ. നൗ ഇറ്റ് ഷോസ് സ്ട്രെങ്ത് നോട്ട് വീക്ക്നെസ്. ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ശക്തിയാണ് അത് കാണിക്കുന്നത് അല്ലേ. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നു, അതെൻ്റെ വീക്ക്നെസ് ഒന്നും അല്ല. സത്യം സംസാരിക്കാൻ പറ്റുന്നു, ഇത് എൻ്റെ വീക്ക്നെസ് അല്ല, മറിച്ച് സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കാം. നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ, എക്സിബിറ്റ് ചെയ്യണ്ടേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. ഗലാത്യർ 5:22 വായിച്ചു നോക്കുക. സൗമ്യത നമ്മൾ കാണിക്കേണ്ടതാണ് അല്ലേ. ഓക്കെ.
ഇനിയും നമുക്ക് നോക്കാം, യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇനി നമ്മൾ ഇത്രയും നേരം സൗമ്യതയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. യേശു കർത്താവ് സൗമ്യതയുള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ ചിലവരുടെ മനസ്സിൽ ചിലപ്പം ഈ ഒരു പിക്ചർ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതെന്ത് പിക്ചറാണ്? യേശു കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്ന സീനാണ്. ഇവിടെ യേശുവിൻ്റെ സൗമ്യത കാണുന്നുണ്ടോ? സൗമ്യത കാണുന്നുണ്ടോ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, സൗമ്യത ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലേ. ഇനിയും സൗമ്യത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗമ്യത എന്ന് പറയുന്നത് വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നേരത്തെ ഞാൻ മോശയെക്കുറിച്ച് പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും സൗമ്യനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്ന വ്യക്തി. ആ മോശ ഒരിക്കൽ ഫറവോൻ്റെ അടുക്കൽ ചെന്നു. എന്തിനാണെന്നറിയാമോ? ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം അവിടെ അടിമകളായി ഒപ്രസ്ഡ് ആയിട്ട് ചൂഷണം ചെയ്യപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരെ വിട്ടയക്കണമെന്ന് പറയുവാൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ ചെന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പവർ മിസ്രൈം ചക്രവർത്തിയുടെ അടുക്കെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ മോശ ചെല്ലുകയാണ്. അതിസൗമ്യനായ മോശ. ഞാൻ പറഞ്ഞത് സൗമ്യത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അബ്യൂസ് കാണുമ്പോഴോ നെറുകേട് കാണുമ്പോഴോ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിസൗമ്യനായ മോശ അല്ലേ. മോശയുടെ ആ പ്രവൃത്തിയാണ് അവരുടെ വിടുതലിൻ്റെ തുടക്കമാവുന്നത്. അപ്പം നമുക്ക് ഈ യേശു കർത്താവിൻ്റെ പ്രവൃത്തിയിലോട്ട് വരാം. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ യേശു കർത്താവിൻ്റെ, ഞാൻ പറയും ഇവിടെയും യേശു കർത്താവിൻ്റെ സൗമ്യതയുടെ എക്സ്പ്രഷനാണ്. ഓക്കെ, നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ചിരിക്കും. എന്താണ് അവിടെ സംഭവിച്ചത്? യേശു കർത്താവ് യെരൂശലേം ദേവാലയത്തിലോട്ട് വരുന്നു. നമുക്കറിയാം അവിടെ വിൽക്കുന്നവർ, വാങ്ങുന്നവർ അവരുടെ മേശ കണ്ടിട്ട് യേശു കർത്താവിന് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നിമിത്തം ചെയ്ത ഒരു കാര്യം എന്നാണ് നമ്മൾ റെക്കോർഡ്സിൽ വായിക്കുന്നത് അല്ലേ. എന്താ ചെയ്യുന്നത്? ആ ടേബിൾസ് മറിച്ചിടുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടെ യേശു ചെയ്തു. എന്തായിരുന്നത്? ചാട്ടവാറുണ്ട് അല്ലേ, ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല, ചമ്മട്ടി ഉണ്ടാക്കി അല്ലേ. എന്നിട്ട് എല്ലാവരും ഓടിച്ചു വിട്ടു എന്ന് പറയുന്നു. അപ്പം ചിലർ ചോദിക്കാറുണ്ട്, യേശു കർത്താവ് അങ്ങനെ ചാട്ടുവാറുണ്ടാക്കി അതങ്ങനെ ചെയ്തില്ലേ എന്ന്. അപ്പം ചിലർ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാവോ? ചിലർക്ക് വീട്ടിൽ ദേഷ്യം വന്നാൽ കാണുന്നതെല്ലാം ഒറ്റ തൊഴി വെച്ച് കൊടുക്കാം. ചിലപ്പം നമ്മൾ ഫിലിമിലൊക്കെ കണ്ടില്ല, പ്ലേറ്റൊക്കെ വേണമെങ്കിൽ വലിച്ചെറിയാം, പൊട്ടിക്കാം, എന്തെങ്കിലുമൊക്കെ തല്ലി പൊട്ടിക്കാം, അങ്ങനെയൊക്കെ കാണിക്കാം. അതുപോലെയൊന്നും അല്ല യേശു ഇവിടെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കാമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 വാക്യം ഇങ്ങനെ: കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ യേശു കർത്താവ് അവിടെ വന്നു, അത് കാണുന്നു. ഓക്കെ, കണ്ടിട്ട് എന്താ ചെയ്യുന്നത്? യേശു കർത്താവ് അവിടെ ഒരു ചമ്മട്ടി ഉണ്ടാക്കുകയാണ്. എന്താ സംഭവിച്ചത്? അവിടെ ഈ ആടുകളെ കൊണ്ടുവരുമ്പോൾ അതിനെ കെട്ടുന്ന വരുന്ന കയറുകൾ പോലത്തേത്, തുകലിൻ്റെ വാറുകൾ, ലെതറിൻ്റെ ഒക്കെ പീസസ് കിടപ്പുണ്ട്. അതെല്ലാം വെച്ച് യേശു അവിടെ ഇരുന്ന് എന്തുണ്ടാക്കുകയാണ്? ഒരു ചമ്മട്ടി ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞതൊരു വയലന്റ് റേജ് അല്ല, അത് യേശു കർത്താവ് വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണത്. മനസ്സിലാകുന്നുണ്ടോ? പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. യേശു കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി, എന്നിട്ട് വന്നിട്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. തെറ്റിദ്ധരിക്കരുത്, യേശു അവിടെ ഇരുന്ന് എല്ലാവരെയും ചമ്മട്ടി എടുത്ത് അടിക്കുക അങ്ങനെയല്ല ചെയ്യുന്നത്. എന്തിനാ അത് ഉണ്ടാക്കിയെന്നറിയാമോ? ചമ്മട്ടി അവിടെ നിറച്ച ആടും മാടും നിൽക്കുകയാണ്. ഓക്കെ, ഇതിനെല്ലാം ഇനി പുറത്തോട്ട് ഇറക്കി വിടണം. ഓക്കെ, ആ ആടിനെ മാടിനെ ഇറക്കി വിടണമെങ്കിൽ ഈ ചമ്മട്ടി ആവശ്യമാണ്. അത് വെച്ച് തട്ടിയാലേ ഇതിനെ ഇറക്കാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് അവിടെ ഇരുന്നവരെ എല്ലാം ചാട്ടവാറെടുത്ത് യേശു അടിച്ചതായിട്ടല്ല റെക്കോർഡ്സ് പറയുന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് അവിടുത്തെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. സങ്കീർത്തനം 23 വാക്യമുണ്ട്: നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
നമ്മൾ ഈ ജനറേഷൻ അല്ല, നമ്മൾ മുമ്പിലത്തെ ജനറേഷൻ, വടി എന്ന് പറയുമ്പോഴേ അപ്പനും അമ്മയും തന്ന ആ നല്ല അടി തന്ന വടിയായിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ഒരു ആടിനെ സംബന്ധിച്ച് വടിയും കോലും എന്ന് പറയുന്നത് ഇടയൻ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, മറിച്ച് വടി എന്ന് പറയുന്നത്, വടിയും കോലും പ്രാക്ടിക്കൽ പേർപ്പസിന് ആടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന. വടി എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ മൃഗങ്ങൾ വല്ലതും ഈ ആടിനെ ആക്രമിക്കാൻ വന്നാൽ ചെറിയ വടിയുണ്ട്, അത് നല്ല കട്ടിയുള്ള വടി, അത് വെച്ച് അടിക്കും, അതിനെ ഓടിച്ചു കളയും. പിന്നെ അതിനെ വഴി കാട്ടാനായിട്ട്, വഴി തെറ്റിപ്പോയാൽ തട്ടിക്കൊടുക്കാൻ. അതുപോലെ തന്നെ കോലും ഇതുപോലെ തന്നെയാണ്, ഇതിനെ ലീഡ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന, ആടുകളുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വഴി തെറ്റിപ്പോകാതെ ഇനി ഞാൻ വീണു പോയാൽ ആ കോലുകൊണ്ട് തന്നെ വലിച്ചു കയറ്റാനൊക്കെ ഉപയോഗിക്കുന്നതാണത്. അതുകൊണ്ടാണ് ഒരു ആടിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതുപോലെ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുക. യേശു കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയത് ആ ആടുകളെയും എല്ലാം അവിടുന്ന് തളിച്ച് പുറത്താക്കി, അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. വളരെ ഫേമായിട്ട് യേശു കർത്താവ് സംസാരിച്ചു. സൗമ്യത എന്ന് പറയുന്നത് ചൂഷണം കണ്ടാൽ മിണ്ടാതിരിക്കുന്നതല്ല. ദേവാലയത്തിൽ, ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ വരുന്ന സാധുക്കളായ ജനങ്ങളുടെ അവരെ പിഴിഞ്ഞെടുത്ത് അതിസമ്പന്നരായിട്ട് ആളുകൾ അവിടെ വാഴുകയാണ്, അല്ലേ? ഹന്നാവും കയ്യഫാവും ഉൾപ്പെടുന്ന ആ നേതൃത്വത്തിൽ നിന്ന് താഴോട്ടുള്ളവരും അവരുടെ ശിങ്കിടികളും അത് ഭരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് അതിനെതിരെ വ്യക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. ടേബിൾസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടേബിൾസ് അല്ല കേട്ടോ, നമ്മൾ ഈ പിക്ചേഴ്സിൽ കാണുന്ന പോലത്തെ ഒന്നല്ല. ഇങ്ങനെ ഇത്രയും താണിരിക്കുന്ന, അവർ ഈ നമ്മൾ ഈ ചന്തയിലൊക്കെ ചെന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഇടുന്നത്. അത് മറിച്ചിട്ട് അതൊരു പ്രതിഷേധമായിട്ട്, അല്ലെങ്കിൽ സിംബോളിക് പ്രോഫറ്റ്സ് ഒക്കെ പഴയ നിയമകാലത്തിൽ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു പ്രവൃത്തിയാണത്. യേശു കർത്താവ് വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, ഈ അന്യായം ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞത്, അല്ലേ? ആ ഒരു ഇൻസിഡൻ്റ് ആണ് പിന്നീട് യേശുവിൻ്റെ ക്രൂശീകരണത്തിലോട്ട് ട്രിഗർ ചെയ്ത സംഭവമായിട്ട് മാറിയത്, അല്ലേ? ലാസ്റ്റ് അവരുടെ ആ ദേഷ്യം ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിച്ചത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൗമ്യത എന്ന് പറയുമ്പം അതായത് ചൂഷണം ചെയ്യപ്പെടുന്നവർ, ആ സാധു ജനങ്ങളില്ലേ, യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരണം, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും ആ കൺസേണോടെ സംസാരിക്കുന്നതും സൗമ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ സൗമ്യതയെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ സൗമ്യത എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അധികാരമുണ്ട്, ആ അധികാരം എങ്ങനെ ഉപയോഗിക്കണം, ആ അധികാരം ഞാൻ ഉപയോഗിച്ചു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട്സിനെ മനസ്സിലാക്കി നമ്മൾ പല ഉദാഹരണത്തിലൂടെ ഇപ്പം കണ്ടല്ലേ, അബ്രഹാമിൻ്റെ ഉദാഹരണത്തിലൂടെ, അല്ലേ? ചിലപ്പം വിട്ടുകൊടുക്കേണ്ടി വന്നാൽ, അല്ലേ, അത് ചെയ്യുക. ഓക്കെ, പക്ഷെ പീസ് ഉണ്ടാകുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ, അല്ലേ? ഇതൊക്കെ നമ്മൾക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ, നിങ്ങൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. യോസെഫിൻ്റെ നമ്മൾ കണ്ടല്ലേ, ആ കുടുംബത്തിൽ നിന്നുണ്ടായ ചതിയെ ഓക്കെ, അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കണ്ടപ്പോഴത്തേക്ക് അതിനൊരു ശാന്തതയുണ്ടായി അവിടെ, അല്ലേ? ദാവീദ് തീരുമാനിച്ച കാര്യം നമ്മൾ കണ്ടു, അല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്കൊരു ചലഞ്ചാണ്. മോശ പ്രതികരിച്ച രീതി, കുടുംബത്തിൽ തന്നെ ഉള്ളവരെതിരെ നിന്നപ്പോഴും അവർക്കൊരു ദ്രോഹവും വരല്ല, അവർ വേദനിച്ച് കണ്ടപ്പോഴത്തേക്ക് പെടയുന്ന ഒരു മനസ്സ്, ഇതൊക്കെ സൗമ്യതയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. യേശു പറഞ്ഞ കാലഘട്ടത്തിലുണ്ടല്ലോ, റോമൻ സാമ്രാജ്യം വിചാരിച്ചു ശക്തി കൊണ്ടാണ്, ഗ്രീക്കുകാർ വിചാരിച്ചു ബുദ്ധി കൊണ്ടാണ് ലോകം കീഴടക്കേണ്ടതെന്ന്, അല്ലേ? റോമൻ സൈന്യം ഓരോ നാടും ശക്തി കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ അവരെല്ലാം നേടിയെന്ന് ചിന്തിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഒരു റെവല്യൂഷണറി സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നത്, ബ്ലെസ്ഡ് ആർ ദ പ്രോസ്. ഓക്കെ, യേശു കർത്താവിൻ്റെ ആ കേട്ടോണ്ടിരുന്ന ആൾക്കാർക്ക് അറിയായിരുന്നു, അല്ലേ, തിരിച്ചു വേണമെങ്കിൽ റോമൻ സൈന്യത്തിനെതിരെ വാളെടുത്ത് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഒരു പുതിയ പാത കാണിച്ചു കൊടുക്കുകയായിരുന്നു, അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ
ഭൂമിയെ കൈവശമാക്കും. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ അതിനുവേണ്ടി ശ്രമിച്ചു, സഭാജനങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, എന്നെക്കുറിച്ച് എൻ്റെ ചുറ്റുമുള്ളവർ, കുടുംബക്കാർക്ക് അറിയാവുന്നത് എന്താണ്? സൗമ്യതയാണോ അറിയുന്നത്, അതോ ഞാനൊരു സമാധാനം നശിപ്പിക്കുന്ന, ഞാൻ വന്ന ഒരു പ്രശ്നക്കാരി, അങ്ങനെയാണോ അറിയുന്നത്? അത് എന്ത് ടെസ്റ്റിമണിയാണ് നമ്മളെക്കുറിച്ച് നൽകുന്നത്? സൗമ്യതയുണ്ടോ നമുക്കെന്ന് നമുക്ക് ഈ വചനങ്ങളാൽ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.